ഇത് 2008. ഫ്രഷ് എടുത്താണോ? അതെ 2000. ഇത് എൻ്റെ അങ്കിളിൻ്റെ വണ്ടിയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ പല വിൻറ്റേജ് പ്രേമികൾക്കും സംഭവിക്കുന്ന പോലെ വീട്ടിൽ സപ്പോർട്ടില്ലാണ്ട് പുള്ളിക്കാരനത് എനിക്ക് സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് തന്ന വണ്ടിയാണത്. ഒറ്റ കണ്ടീഷനിൽ അയാൾ പറഞ്ഞില്ല, ഞാൻ മരിക്കുന്നവരെ വണ്ടി വിൽക്കരുത്, പിന്നെ കളർ ചേഞ്ച് ചെയ്യരുത്. ഇതിലൊന്നും ഇതായിട്ടില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഒറിജിനൽ ഗ്രാൻഡ് എങ്ങനെ അതാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തത്. അല്ലാണ്ട് കൂടുതലായിട്ട് ഇതിൽ അഡീഷണൽ ഒന്നും ചെയ്തിട്ടില്ല. ഈ സീറ്റ് വെച്ച് ബാക്കിയൊക്കെ സീറ്റ് രണ്ടെണ്ണം വേറാണ്. പക്ഷെ ഇത്രയും വണ്ടികളിൽ ഇരുന്നിട്ട് ഈ സീറ്റ് ഇരിക്കുമ്പോൾ കുറച്ചൊരു ടൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ആ ഒരു ഫീൽ ഉണ്ട്. നമ്മളീ പോകുന്ന അംബാസഡറിന്റെ ഗ്രാൻഡ് എന്ന് പറയുന്ന മോഡലിലാണ്. ഇതിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് എത്ര മോഡലായിരുന്നു? 2008 മോഡലാണിത്. Isuzu എഞ്ചിൻ, 5 സ്പീഡ് ഗിയർ ബോക്സ്, ഡാഷ്ബോർഡൊക്കെ ഗ്രാൻഡിന് വരുന്ന സെയിം ആണ്. സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. പവർ വിൻഡോ ഉണ്ട്, സെൻട്രൽ ലോക്കിംഗ്. ഒറിജിനൽ ഗ്രാൻഡ് അല്ലാണ്ട് ഇതിന്റെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. വളരെ നന്നായി വൃത്തിയായിട്ട്. ഈ വണ്ടിയൊക്കെ കുറച്ച് ഹാർഡാണ് കുഴിയിലൊക്കെ. ഡീസൽ അതുകൊണ്ടാണ് ഇതൊക്കെ കുറച്ചും കൂടി കട്ടള കൂടുതൽ ഫീൽ ചെയ്യും. പക്ഷെ മറ്റേ പെട്രോളും മറ്റേ തീറ്റക്കാരില്ല, ഇങ്ങനെ ആടി ഒളിഞ്ഞ് വരുന്നുണ്ട്. അത് ഇതിന്റെ ആക്ഷൻ മുകളിലേക്ക് മറ്റേ ആക്ഷൻ അടിയിലേക്കാണ്. അതാണ് ഇപ്പൊ ഈ പറഞ്ഞത് വണ്ടിയുടെ ഷോക്ക് അബ്സോർബേഴ്സിനെ പറ്റിയാണ്. നമ്മുടെ പഴയ വണ്ടികളിൽ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ആക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇത് കുറച്ചൊരു ഹാർഡാണ് ഈ വണ്ടിയുടെ ആക്ഷൻ വരുന്നത്. ഇതിലിപ്പോൾ ഈ വണ്ടിയിലിപ്പോൾ ഫുള്ള് ഒറിജിനാലിറ്റി തന്നെയാണ്, വേറെ ഗ്രാൻഡിലൊന്നും ചെയ്യുന്നില്ല. ഇതിലെന്തൊക്കെ വരുന്നത്? ലൈറ്റ് ബാറ്ററിയുടെ മറ്റേ ഹീറ്ററിൻ്റെ വരും, ഇൻഡിക്കേറ്റർ വരും, ഹെഡ്ലൈറ്റ് വരും, ഹൈ ബീം, പിന്നെ ബ്രേക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ വരും. ലൈറ്റ് കത്തുന്നില്ല. ഹാൻഡ് ബ്രേക്ക് സെൻട്രലാണ്, ഗിയറിന്റെ നോബാണിത്. ഇവിടെ സെൻട്രലാണ് വരുന്നത്. ഇതിന്റെ 4 പവർ വിൻഡോന്റെ ഇത് സെറ്റ് വെച്ചിട്ടുണ്ട്. സീറ്റും ഈ ഫ്രണ്ട് സീറ്റ് ഒഴികെ ഫ്രണ്ട് സീറ്റ് ഞാൻ ചേഞ്ച് ചെയ്തു, ഡാമേജ് വന്നപ്പോൾ ഫ്രണ്ട് സീറ്റ് ചേഞ്ച് ചെയ്തു. ഇത് ഏതിൻ്റെ? ഇത് ടവേറയുടെ മിഡിൽ ക്യാപ്റ്റൻ സീറ്റ് ഉണ്ടല്ലോ, മിഡിലിൽ വരുന്ന സീറ്റ്. ഈ വണ്ടിമ കാണുന്നത് ഇതൊഴികെ റെയിൻ വെള്ളം ഉള്ളിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊഴികെ ബാക്കിയെല്ലാം കമ്പനി വരുന്നതാണ്. ഈ മിറേഴ്സ്, ഇൻഡിക്കേറ്റേഴ്സ്, ഈ വീൽ ക്യാപ്പ് അടക്കം 2008 ഇതാണ്. ഞാനൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ഈ ഹെഡ്ലൈറ്റ്സൊക്കെ മൾട്ടി റിഫ്ലക്ടർ ഹെഡ്ലൈറ്റ്സാണ് വരുന്നത്. ഇത് കാണാൻ കുറച്ചും കൂടി ചെറുതായിട്ടുണ്ട് പഴയ അംബാസഡറിനെ വെച്ചിട്ട്. നല്ല ചെറിയൊരു ബീക്കുണ്ട് ഇതിനോട്. പിന്നെ ഈ ഗ്രില്ല് AC ടൈപ്പ് ആകുമ്പോൾ അതിന് കുറച്ചും കൂടിയും ഇവിടെ റേഡിയേറ്ററിൻ്റെ ഫാനൊക്കെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ചും കൂടിയും തിക്കാണ്. അങ്ങനെ ഒരു വൈറ്റ് കളർ ഒരു ക്രോസ് ഇതൊന്ന് പറ്റുന്നുണ്ട്. പിന്നെ കാണുന്നത് ഫുൾ ഒറിജിനൽ
ഇതായിട്ടാണ്. എത്ര മോഡൽ? ഇത് 2008. ഫ്രഷ് എടുത്താണോ? അതെ 2000. ഇത് എൻ്റെ അങ്കിളുടെ വണ്ടിയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ പല വിൻറ്റേജ് പ്രേമികൾക്കും സംഭവിക്കുന്ന പോലെ വീട്ടിൽ സപ്പോർട്ടില്ലാണ്ട് പുള്ളിക്കാരനത് എനിക്ക് സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് തന്ന വണ്ടിയാണത്. ഒറ്റ കണ്ടീഷനിൽ അയാൾ പറഞ്ഞില്ല, ഞാൻ മരിക്കുന്നവരെ വണ്ടി വിൽക്കരുത്, പിന്നെ കളർ ചേഞ്ച് ചെയ്യരുത്. അതുകൊണ്ട് ഞാൻ സെയിം ആ വൈറ്റ് പെയിൻറ്റ് ഒരു കോട്ടും കൂടി ഞാൻ അടിച്ചു. ഇതൊക്കെ കമ്പനിയിൽ നിന്ന് അന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള നോൺ പൊല്യൂട്ടിങ് സ്റ്റിക്കറാണ്. അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇനി കിട്ടില്ല, അതുകൊണ്ട് എൻ്റെ ഒറിജിനാലിറ്റി. വൈപ്പറൊക്കെ അന്നത്തെ ഒറിജിനൽ ഇതാണ്. അതൊക്കെ ചെറിയ ഡിസൈൻ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ പക്ഷേ ഒറിജിനൽ സാധനങ്ങളാണ്. ഇതിനൊക്കെ ഇപ്പോൾ ഈ സ്റ്റീൽ ബീഡിംഗ് ഒക്കെ പോയി പഴയ അംബാസഡറിന് പകരം ഫുള്ള് റബ്ബർ ടൈപ്പ് ആയിട്ടുണ്ട്. ഇതൊക്കെ അലുമിനിയാണ് പുതിയ മോഡലിനൊക്കെ വരുന്നത്. ഇല്ല ഇത് AC ടൈപ്പാണ്. പിന്നെ അവസാന മോഡലിനൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ക്ലോസ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് മാത്രം ഞാൻ ആഡ് ഓൺ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ചെറിയ ടിൻറ്റഡാണ് ഗ്ലാസ്സൊക്കെ. പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയുണ്ട്. ഇങ്ങനെ ചെറിയ ഇങ്ങനത്തെ ഈ ക്രോം ഫിനിഷിലുള്ള ഹാൻഡിൽസാണ് വരുന്നത്. വീൽ ക്യാപ്പ് ഒറിജിനലാണ്. ഇതാണ് HM എന്ന് കാണാം, നമുക്ക് HM എന്നുള്ള എഴുതിയിട്ടുള്ളത് കാണാം. പിന്നെ ഇവിടുത്തെ ഈ ഹിഞ്ചസൊക്കെ പുതിയ മോഡലിൻ്റെതാണ്. ഇതിനൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസുകളുണ്ട്. പിന്നെ ലൈറ്റ്സിനൊക്കെ റിഫ്ലക്ടർ ഇതൊക്കെ ഒറിജിനൽ ഇത് തന്നെയാണ്. ഡിക്കി തുറക്കും. അപ്പം ബസ്സിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിക്കിയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഒറിജിനൽ ഡിക്കി എങ്ങനെ ഇരിക്കും അതാണ്. ഈ ഡോർ പാഡൊക്കെ ഈ പാഡുകളൊക്കെ കമ്പനിയിൽ നിന്ന് വന്നിട്ടുള്ള പാഡാണ്. ഈ ടയർ ഒറിജിനൽ അംബാസഡർ ഇറങ്ങിയപ്പോൾ ഉള്ള ടയറാണ്, കമ്പനിയിൽ നിന്ന് കിട്ടിയ ടയർ. അത് ഞാൻ യൂസ് ചെയ്യേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ ജാക്കിയൊക്കെ ഉണ്ട്, ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡൊക്കെ അതൊക്കെ ഒറിജിനലാണ്. ചെറിയൊരു കാർപ്പറ്റ് വെച്ചിട്ട് ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇത് പെട്രോൾ ക്യാപ്പാണ്. പെട്രോൾ ക്യാപ്പൊക്കെ പഴയതുപോലെ തന്നെ, പക്ഷേ കുറച്ചുകൂടി ചെറുതായിട്ടുണ്ട് പഴയ മോഡലിനെ വെച്ചിട്ട്. ഗ്രാൻഡിന് കുറേ ഒതുങ്ങിയ ടൈപ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട്, ലോക്ക് ചെയ്യുക, സെൻട്രൽ ലോക്കിംഗ് ഉണ്ട്. ഈ ഗ്ലാസ് സെയിം ഇത് തന്നെയാണ് വരെ, പക്ഷേ ഇപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ സെയിം ഡിസൈനിലുള്ള ഗ്ലാസ് തന്നെ, അത് ഞാൻ പുതിയത് വാങ്ങി വെച്ചു, അതേ ടൈപ്പിലുള്ളത് തന്നെ. പിന്നെ ഇതിന് ഫൈബർ ഡോർ പാഡാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഈ ഡ്രിങ്കിങ് വാട്ടർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള ബോട്ടിൽ അതിൻ്റെ ഉള്ളിൽ വയ്ക്കാം, അതിനുള്ളൊരു സംവിധാനമുണ്ട്. പിന്നെ പറഞ്ഞോണം ഇലക്ട്രിക്കൽ ഹെഡ്ലൈറ്റ്സാണ് വരുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ ബീം ലിഫ്റ്റ് ചെയ്യാനും താഴ്ത്താനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഈ വിൻഷീൽഡ് വാഷർ വരുന്നുണ്ട്. പിന്നെ വൈപ്പർ ഇൻ്റർമിറ്റൻറ്റ് സ്പീഡുകൾ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. പിന്നെ ഇത് പവർ സ്റ്റിയറിംഗ് ഉണ്ട്. പിന്നെ AC ഉണ്ട്. പവർ വിൻഡോസാണ്. പവർ വിൻഡോൻ്റെ സ്വിച്ചുകളാണ് ഈ നടുവിൽ വരുന്നത്. പിന്നെ ഒരു ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. പിന്നെ സെൻട്രൽ സീറ്റ് ബക്കറ്റ് സീറ്റാണ് ഇനിയാണ് വന്നിട്ടുള്ളത്. പക്ഷേ അത് ഡാമേജ് ആയപ്പോൾ ഞാൻ വേറെ സീറ്റ് എടുത്ത് അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലാസ് ബാക്കിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. ഫ്രണ്ടിലത്തെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് സെൻട്രൽ പോർഷനിൽ നിന്ന് തന്നെ വരുന്നത്. പിന്നെ ടോപ്പൊക്കെ മോൾഡഡ് റൂഫാണ് വരുന്നത്. ഇത് കമ്പനി വരുന്നതാണ്, ഒറിജിനൽ കമ്പനി ലൈറ്റ്സ് ആണ്. ഇതൊരു റീഡിങ് ലൈറ്റ് ഉണ്ട്. നമുക്ക് ആവശ്യത്തിന് അത്യാവശ്യം നല്ല ലൈറ്റ് കിട്ടും. അത് നമുക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം, നമ്മൾ വേണ്ട അങ്ങനെ തിരിച്ച് ആവശ്യത്തിന് യൂസ് ചെയ്യാം. പിന്നെ മൊബൈൽ ചാർജറുണ്ട്. അതൊക്കെ ഒറിജിനൽ കമ്പനിയാണ്, വർക്കിംഗ് ആണ്. പലതരം ഹെഡ്സിന് വേണ്ടിയിട്ട് അത് പഴയ അന്നിറങ്ങിയ മൊബൈൽ മോഡലിൻ്റെ അതിൻ്റെ ഹെഡുകളാണ് അതൊക്കെ വർക്കിംഗ് ആണ്, അതൊക്കെ ഒറിജിനലാണ്. ഈ വണ്ടി ഞാൻ മാക്സിമം ഒറിജിനാലിറ്റിയിലാണ്. സെൻട്രൽ ആംറസ്റ്റ്. ഇത് എൻജിൻ റൂം, ഇത് ഒറിജിനൽ ഒരു എൻജിൻ റൂമാണ്. ഇതിൽ നമ്മൾ ആകെ എക്സ്ട്രാ വെച്ചിട്ടുള്ള ഒരു ഹോണല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. ഇതൊക്കെ ഒറിജിനൽ കമ്പനി വന്ന അതേപോലെ തന്നെയാണ്, ഒന്നും മാറ്റിയിട്ടില്ല. ഇപ്പോൾ ഈ സ്റ്റിക്കേഴ്സൊക്കെ ആണ് ഒക്കെ ഒന്ന് കമ്പനി ഹിന്ദുസ്ഥാൻ ഒട്ടിച്ച് വന്ന സ്റ്റിക്കറുകൾ എന്തൊക്കെയാണ്. ഇത് എൻ്റെ ഒറിജിനൽ കമ്പനി തന്നെ സൗണ്ട് വരാണ്ടിരിക്കാനും ചൂടൊക്കെ കട്ട് ചെയ്യാനുള്ള ഡെറ്റനിങ് മെറ്റീരിയലാണ്. ഓക്കെ, ഇതിലിപ്പോൾ ബാറ്ററി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് വേറെ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ഇത് ടർബോ വെർഷൻ ഉണ്ട്, പക്ഷേ ഇത് ടർബോ അല്ല, ടർബോ വരുന്നുണ്ട്. അതിൻ്റെ ബമ്പറിനൊക്കെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും ടർബോൻ്റെ. അവിടെ ഇൻ്റർകൂളറൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യാം.
ഇതിപ്പോൾ അറൗണ്ട് ഒരു 58,000 ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. 58 റേഞ്ച്. വാല്യൂ എന്ന് പറയാനില്ല, എന്നാലും നമ്മൾ അന്നത്തെ ഒരു ഒറിജിനൽ ലാസ്റ്റ് അംബാസഡർ നല്ല കൊണ്ടുനടക്കുന്നത് ഒറിജിനാലിറ്റി കൊണ്ടുനടക്കുന്നത്. ഈ വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു വണ്ടിയുമായിട്ട് കാണാം. അപ്പോൾ എന്നാൽ ശരി.